നമസ്കാരം. കഥകളിലൊക്കെ നമ്മൾ രാജാക്കന്മാരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. സുഖസുഭിക്ഷമായിട്ടുള്ള ജീവിതം, ആരെവിടെയെന്ന് ചോദിച്ചാൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള അനുചരവൃന്ദം, കൊട്ടാരത്തിൽ കുടുംബത്തോടൊപ്പം ആഡംബര ജീവിതം, ഇതൊക്കെയായിരുന്നു പണ്ടത്തെ രാജാക്കന്മാരുടെ ശൈലി. എന്നാൽ അവരൊക്കെ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വികസനങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് മന്ത്രിമാർക്ക് ഒരുപക്ഷെ അന്നത്തെ രാജാക്കന്മാരെക്കാൾ ഭാഗ്യവാന്മാരാണ് ഇന്നത്തെ മന്ത്രിമാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയധികം സുഖസൗകര്യങ്ങളാണ് അവർക്ക്. ഔദ്യോഗിക വസതി, ഔദ്യോഗിക വാഹനം, പാചകക്കാരൻ മുതൽ പേഴ്സണൽ സെക്രട്ടറി വരെയുള്ള അനുചര വൃന്ദം, അത് 10-35ഓളം പേർ വരും. അവരുടെ കുടുംബസമേതം ഉള്ള ചികിത്സാ ചെലവ്, വിദേശ ചികിത്സ, ആയുഷ്കാല പെൻഷൻ, അങ്ങനെ അകമ്പടി, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിക്കുന്നവരാണ് മന്ത്രിമാർ. ഈ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് അവരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. 5 കൊല്ലം മന്ത്രിമന്ദിരങ്ങളിൽ സുഖിച്ചു ജീവിക്കുക, പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള യാത്ര ചെയ്യുക, ഇതൊക്കെ ആവോളം അനുഭവിച്ചവരാണ് എല്ലാ മന്ത്രിമാരും. ഈ 5 കൊല്ലവും അങ്ങനെ തന്നെയായിരുന്നു, അതിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് LDFന് ഭരണം നഷ്ടമായിരിക്കുന്നു. അതോടുകൂടി അവരുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ഓർത്ത് നോക്കൂ. മന്ത്രിമാരുടെ മാനസികാവസ്ഥ, എല്ലാവരും കെട്ടിപ്പിറക്കി സ്ഥലം വിടേണ്ട അവസ്ഥയിലാണ്. ഇതിനു മുമ്പും സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട്, ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഇത്തരത്തിൽ മന്ത്രിമാർ പോകേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും സുഖലോലുപരായ മന്ത്രിമാർ നമ്മുടെ ചരിത്രത്തിൽ തന്നെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്ന് പറയേണ്ടി വരും. ഇവിടെ എല്ലാ മന്ത്രിമാരും ഭരണം പോയതോടുകൂടി സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി പോകാനുള്ള തിരക്കിലാണ്. മന്ത്രിമാരൊക്കെ താമസം മാറ്റി, പക്ഷേ അവരുടെ വീട്ടു സാധനങ്ങളൊക്കെ ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെയാണ്. ഉദ്യോഗസ്ഥരും അവരുടെ ക്വാർട്ടേഴ്സുകളൊക്കെ ഒഴിഞ്ഞുപോയി അവരുടെ സാധനങ്ങളൊക്കെ മാറ്റി പുതിയ ലാവണങ്ങൾ തേടി ഡെപ്യൂട്ടേഷനിൽ വന്നവരൊക്കെ അവരുടെ വകുപ്പുകളിലേക്ക് തിരിച്ചുപോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷേ നമ്മുടെ മുഖ്യൻ ഇപ്പോഴും ക്ലിഫ് ഹൗസിൽ തന്നെയാണ് താമസം. അദ്ദേഹം കുറച്ച് ദിവസം കൂടി അവിടെ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അങ്ങനെയായിരുന്നു. പിണറായി വിജയനോളം സുഖസൗകര്യങ്ങൾ അനുഭവിച്ച മറ്റൊരു മുഖ്യമന്ത്രിയില്ല. 1-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലേക്ക് കയറാൻ 25.5 ലക്ഷം രൂപ കൊടുത്ത് ഒരു ലിഫ്റ്റ് പിടിപ്പിച്ചു. ലക്ഷങ്ങൾ കൊടുത്ത് പശുത്തൊഴുത്ത് കെട്ടി. ആരും നീന്താനില്ലെങ്കിലും ഏകദേശം 45 ലക്ഷത്തോളം രൂപ കൊടുത്ത് നീന്തൽക്കുളം പലതവണ നവീകരിച്ചു. മുഖ്യമന്ത്രിക്ക് പറക്കാനായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു. അങ്ങനെ എന്തെല്ലാം വിധത്തിൽ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാമോ അതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുഭവിച്ചു. യഥാർത്ഥത്തിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കനത്ത പരാജയമാണ് ഇപ്പോൾ LDFന് സംഭവിച്ചിരിക്കുന്നത്. അല്പമെങ്കിലും നാണവും ഉളുപ്പുമുള്ള ഒരാളായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനെങ്കിൽ അദ്ദേഹം അന്നു തന്നെ ഈ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു പോകണമായിരുന്നു. ആ ക്ലിഫ് ഹൗസിൻ്റെ ഗേറ്റ് കടന്ന അകത്തേക്ക് പോലും പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ പോയില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ക്ലിഫ് ഹൗസിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. മാനസികമായി ഈ അധികാരം നഷ്ടപ്പെടുന്നത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. എല്ലാ മന്ത്രിമാരും പോയിട്ടും വീണ്ടും കുറച്ച് ദിവസം കൂടി മുഖ്യമന്ത്രി അവിടെ തുടരും എന്ന് പറയുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിന് ശേഷമാണ് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചത്. കണ്ണൂരിൽ നിന്ന് സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹം എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് പാർട്ടിയുടെ വാഹനത്തിലാണ് AKG സെൻറ്ററിലേക്കും പിന്നെ ക്ലിഫ് ഹൗസിലേക്കും വന്നത്. 400 പോലീസുകാരുടെയും 40 വാഹനങ്ങളുടെയും അകമ്പടിയിൽ പൊതുജനങ്ങളെ പൊരിവെയിലെത്തും പെരുമഴയത്തും നിർത്തി നമ്മുടെ റോഡുകളിലൂടെ ചീറിപ്പാഞ്ഞ പിണറായി വിജയന് ഇന്ന് സാധാരണക്കാരനെ പോലെ ഒരു പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള നിയമലംഘനം, നിരവധി 18ഓളം നിയമലംഘനം നടത്തിയിട്ട് ചെലാൻ കിട്ടിയ ഒരു കാറിൽ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ. അങ്ങനെ ഒരു കാറിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അത്ഭുതമൊന്നുമില്ല. പലരും പറയുന്നുണ്ട് മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം, പാർട്ടി സെക്രട്ടറിയുടെ പേരിലുള്ള ആ വാഹനത്തിന് 18ഓളം ചെലാനാണ് കിട്ടിയിട്ടുള്ളത് ട്രാഫിക് നിയമലംഘനങ്ങളുടെ പേരിൽ. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലക്കേസ് മുതൽ പല അഴിമതികളും, AI ക്യാമറ, ലാവ്ലിൻ കേസ്, അങ്ങനെ നിരവധി അഴിമതികളിൽ ഉൾപ്പെട്ട ഒരാളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന് 18 നിയമലംഘനങ്ങളിൽ നടത്തിയ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല. അത് വലിയൊരു വാർത്തയാക്കേണ്ട കാര്യവുമില്ല. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ്. ഇപ്പോഴും അധികാരം വിട്ടൊഴിയാൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും മനസ്സ് വന്നിട്ടില്ല. ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ പാർട്ടിയെ തകർത്തെറിഞ്ഞത് പിണറായി വിജയനാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടെങ്കിലും, ആ ഒരു കുറ്റബോധം ഉൾക്കൊണ്ടെങ്കിലും അദ്ദേഹം ഈ ക്ലിഫ് ഹൗസിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതാണ്. പക്ഷേ ഇനിയും കുറച്ച് ദിവസം കൂടി അവിടെ തുടരുമെന്നാണ് പുറത്തു വരുന്ന
ഒരു വിവരം. ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് പശ്ചിമ ബംഗാളിൽ മമതയെക്കുറിച്ചാണ്. BJP അവിടെ മൃഗീയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരാനൊരുങ്ങുമ്പോഴും മമതാ ബാനർജി രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. അതായത് അത് ജനങ്ങളോടോ നാടിനോടോ ഉള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അത് ഇത്രയധികം സുഖസൗകര്യങ്ങൾ പോക്കറ്റിൽ നിന്ന് 10 പൈസ ചിലവാകാതെ ജനങ്ങളുടെ നികുതി പണത്തിൽ ഇത്രയേറെ അഭിരമിച്ചു ജീവിച്ചു. അത് നഷ്ടപ്പെടുന്നത് ആർക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതാണ് ഇപ്പോൾ പിണറായി വിജയനും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള കാലം പിണറായി വിജയൻ്റെ ജീവിതം എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അത് കേരളത്തിലെ ജനങ്ങളെ എന്തായാലും ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒന്നായിരിക്കും. കാരണം ഒരുപാട് മുൻ മുഖ്യമന്ത്രിമാരൊന്നും കാണിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തികളും മറ്റുമാണ് പിണറായി വിജയൻ കാണിച്ചത്. അത് ആ പിണറായി വിജയൻ നിയമസഭയിൽ എങ്ങനെ വരും, എങ്ങനെ പെരുമാറും, നിരത്തിലിറങ്ങി എങ്ങനെ ഈ ഇത്രയും അധികം വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ സഞ്ചരിക്കും എന്നുള്ളതൊക്കെ കാണാനുള്ള ആകാംക്ഷയിലാണ് കേരളത്തിലെ പൊതുസമൂഹം.